അല്ല, അത് ഞാൻ പറയുന്നത് റിക്രൂട്ട്മെന്റിന് ഒരു ക്യാമ്പസിൽ ഒന്നും നടക്കാത്ത എൻ്റെ ചില കുട്ടികൾ ബിടെക് കഴിഞ്ഞപ്പോഴത്തേക്കും 30-40 കമ്പനികളുടെ അപ്പോയിൻമെന്റ് ഓർഡർ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇഷ്ടംപോലെ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാമല്ലോ. ആ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്. അതുപോലെ ലാസ്റ്റ് സെമസ്റ്ററിൽ നമുക്കൊരു പ്രോജക്റ്റ് വേണം. അത് ഐസർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഞാനിപ്പം ഐസറാണ് പറയുക. ആ ഐസറിലുള്ള റിസർച്ച് ചെയ്യാൻ വേണ്ടി അവിടെയുള്ള കുട്ടികൾ NIT വന്ന് പ്രോജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ NIT കാലിക്കറ്റിൽ വന്ന് പ്രോജക്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവിടെ നല്ല ഫാക്കൽറ്റികളുകൊണ്ടാണ്, അവർ നല്ലോണം റിസർച്ച് ചെയ്യുന്നവരുകൊണ്ടാണ്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് പ്രൈവറ്റ് കോളേജുകൾ എല്ലാ കമ്പനികളെയും വിളിച്ചിട്ട് 5 സ്റ്റാർ ഹോട്ടലിൽ താമസിപ്പിച്ച് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് അവിടുത്തെ ഏതെങ്കിലും 1-2 എംപ്ലോയീസിനെ HR-നെയൊക്കെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ അവർ റിക്രൂട്ട്മെൻറ്റിന് വരും. അങ്ങനെ റിക്രൂട്ട്മെൻറ്റ് കിട്ടും. പക്ഷെ അത് ഒരു വലിയൊരു ക്രെഡിറ്റ് ആയിട്ടൊന്നും ഒരു കോളേജ് കരുതേണ്ട കാര്യമില്ല. കാരണം മിലിറ്ററിക്കാരവിടെ വരില്ല ആൾക്കാരെടുക്കാൻ. സിവിൽ സർവീസ് IAS IES അവിടെ വരില്ല. വരുമോ? റെയിൽവേക്കാർ വരുമോ ആൾക്കാരെടുക്കാൻ വേണ്ടിയിട്ട്? ആരും വരില്ല. ഇതേതെങ്കിലും പ്രൈവറ്റ് കമ്പനി, ഇൻഫോസിസോ പെഗാസിസോ അത്തരം കമ്പനികളല്ലേ വരുന്നത്. അത് ഞാൻ മെറിറ്റുള്ള ഒരാളാണെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്താൽ എന്നെ എടുക്കില്ലേ? ക്യാമ്പസിൽ നിന്ന് വന്നാലേ എടുക്കുള്ളൂ എന്നുണ്ടോ? അപ്പോൾ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കോളേജിൻ്റെ സെലക്ഷൻ്റെ ക്രൈറ്റീരിയ ആവരുത്. നമ്പർ 2, എനിക്ക് റിസർച്ചാണ് താല്പര്യം, എനിക്ക് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ അവിടുത്തെ എത്ര ഫാക്കൽറ്റി, എത്ര പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അതൊക്കെയാണ് ഞാൻ നോക്കേണ്ടത്. ഇപ്പോൾ ഒരു പുതിയ കോഴ്സ് തുടങ്ങുന്നു, ആ കോഴ്സിൽ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് നടക്കണമെന്നില്ല. പക്ഷേ അതേ സമയത്ത് ഞാൻ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് തുടങ്ങുന്നത്. തൊട്ടടുത്ത ഹോസ്പിറ്റലിലെ ആൾ വന്നിട്ട് ഒരു ബാച്ചിൽ എല്ലാവരെയും എടുത്തുകൊണ്ട് പോകും. എന്ന് വെച്ചാൽ അടുത്ത ബാച്ചിലെ ആൾക്കാർ എടുക്കണമെന്നുണ്ടോ? അവരുടെ ആവശ്യം കഴിഞ്ഞാൽ അവരെടുക്കില്ല. മനസ്സിലായ? അതുകൊണ്ട് അത് വെച്ചിട്ട് അഡ്വർടൈസ് ചെയ്യും അവർ. ഞാൻ ഏതോ 1-2 വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഒരു കോളേജിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ട് പിന്നെ TV-യിൽ പ്രൈസ് കൊടുക്കുന്ന കണ്ടു. 100% പ്ലേസ്മെൻറ്റ് കൊടുത്ത കോളേജാണെന്ന് പറഞ്ഞിട്ട് സമ്മാനം കൊടുത്തു. ആ കോളേജ് എനിക്ക് അറിയുന്ന കോളേജാണ്. അവിടുത്തെ മാഷന്മാരൊക്കെ ഞാൻ പഠിപ്പിച്ചതാണ്. ഞാൻ ആ പ്രിൻസിപ്പളെ വിളിച്ച് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു, നിങ്ങളുടെ പിള്ളേർക്കൊക്കെ ഇത്രയൊക്കെ വിവരം? അല്ല, 150 കുട്ടികളിലാകെ 4 ആളെ പാസ്സായിട്ടുള്ളൂ, 4 ആൾക്കും ജോലി കിട്ടി. 100% പ്ലേസ്മെൻ്റ് ആയില്ലേ? ഈ 4 ആൾക്ക് എവിടെയാണ് ജോലി കിട്ടിയത്? ആ കോളേജിൻ്റെ ഓണർക്ക് ദുബായിലൊരു കമ്പനി ഉണ്ട്, അവിടെയാണ് ജോലി കിട്ടിയത്. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ അവരൊക്കെ പുറത്താക്കി, ഒന്നിനും കൊള്ളാത്തതുകൊണ്ട്. ഇതാരും തപ്പി നോക്കില്ലല്ലോ. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിക്ക് ബ്രൈബ് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരാളോട് നിങ്ങൾ എങ്ങനെയെങ്കിലും വരെ ഒന്ന് അപ്പോയിൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പോയിൻമെൻറ്റ് ഓർഡറൊക്കെ കൊടുത്ത് അവരെ അപ്പോയിൻറ്റ് ചെയ്യുക. ആ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പ്ലേസ്മെൻ്റ് ആയി, കോളേജിൻ്റെ പണി കഴിഞ്ഞല്ലോ. എത്രയോ കമ്പനികൾ അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുത്തിട്ട് പിന്നെ റിപ്പോർട്ടിംഗ് ഡേറ്റ് പറയാമെന്ന് പറഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞ് പറയാത്ത ആൾക്കാരുണ്ടെന്നറിയോ? ഇപ്പോൾ PSC-യിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ട് ആൾക്കാർ സമരം നടത്തുന്നില്ലേ? ലിസ്റ്റിൽ വന്നിട്ട് 2 കൊല്ലമായി, എന്നെ എന്താ വിളിക്കാത്തത്? ഈ 2 കൊല്ലം അവന് പണി കിട്ടിയിട്ടെങ്കിൽ അവൻ ഒന്നിനും കൊള്ളില്ല എന്നല്ലേ അർത്ഥം. 2 കൊല്ലം പണി കിട്ടാത്ത ഒരാളുണ്ടെങ്കിൽ, ഒരാളുടെ ജോലിക്ക് വേണ്ടി കാത്തിക്കുണ്ടെങ്കിൽ അവനെ ഒന്നിനും കൊള്ളാത്തവനാന്നല്ലേ അർത്ഥം. ഒരു പ്രൊഫഷൻ അങ്ങനെയാണോ വേണ്ടത്? അതെ, ജോലി കൊടുക്കാത്തെന്ന് വെച്ചാൽ വേറെ ജോലി കണ്ടുപിടിച്ചൂടെ? ഞാൻ അത്രയും കൊള്ളാത്തൊരുത്തനാണോ? ഇപ്പം ഞാൻ എന്നെ ഒരു സ്ഥലത്ത് സെലക്ട് ചെയ്തിട്ട് 2 കൊല്ലവും അവരെന്നെ വിളിച്ചില്ല എന്ന് വിചാരിക്കുക. അത് ഗവൺമെൻറ് ആയിക്കോട്ടെ, പ്രൈവറ്റ് ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ഞാൻ വേറെ പണിയൊന്നും ഇല്ലാണ്ട് ആ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട്, ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക ചെയ്യുക. അല്ല, ഞാൻ വേറെ പണി നോക്കുമോ? ആ പണിക്ക് പോവാം. അപ്പോൾ അതിൽ ഞാൻ 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് കിട്ടും. എനിക്ക് 2 കൊല്ലം മുമ്പ് എന്നെ സെലക്ട് ചെയ്ത് ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണല്ലോ. 2 കൊല്ലം കഴിയുമ്പോൾ എൻ്റെ ക്വാളിഫിക്കേഷൻ അതിനേക്കാളും കൂടുതലാകുമ്പോൾ എനിക്ക് എടുക്കാനും നല്ല ജോലി വേണമെന്നല്ല ഞാൻ ആലോചിക്കേണ്ടത്. അപ്പോൾ BTech കഴിഞ്ഞിട്ട് ഒരാളെ സെലക്ട് ചെയ്തു, ഗവൺമെൻറ്റിലാണ് സെലക്ട് ചെയ്തത് വിചാരിക്കും. 2 കൊല്ലം എന്നെ വിളിച്ചില്ല, ഞാനിങ്ങനെ കാത്തിരിക്കുക ചെയ്യുക. അല്ല, ഞാൻ MTech ചെയ്യുമോ? ആ MTech ചെയ്യുമ്പോൾ ഞാൻ ആ പഴയ ജോലിക്ക് പോകണോ അല്ല പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്യണോ? എത്രയേ ഉള്ളൂ.
നാട്ടിലൊക്കെ സമരം ചെയ്യുന്ന പലരെയും കണ്ടിട്ടുണ്ട്. 2 കൊല്ലമായി എൻ്റെ പിന്നെ ലിസ്റ്റ് തീരുകയാണ്, എനിക്കിപ്പോൾ ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ പോവും. ഒന്നിനും കൊള്ളാത്തതുകൊണ്ടല്ല അങ്ങനെ പറയുന്നത്. സോ നമ്മൾ പ്രൊഫഷണൽ എന്ന് പറഞ്ഞ അർത്ഥം, ഞാൻ എല്ലാവരെ കുറിച്ചല്ല പറയുന്നത്, അങ്ങനെ കഴിവില്ലാത്തവരുണ്ടാവാം. പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ സ്വന്തം ജോലി കണ്ടെത്തി അവനവന് പറ്റുന്ന സംഭവങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരാളാവണം. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ബേസിക്കലി ഇതിന് കഴിവില്ലാത്ത ഒരാളാവാൻ കാരണം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്ന മാഷന്മാരൊന്നും പ്രൊഫഷണൽസ് അല്ല. അവർ ബിടെക് കഴിഞ്ഞു, എംടെക് കഴിഞ്ഞു, PhD കഴിഞ്ഞു, മാഷായി. അവരൊരു കമ്പനിയിലും വർക്ക് ചെയ്തിട്ടില്ല, ഒരു ഇൻഡസ്ട്രിയിലും കണ്ടിട്ടുണ്ടാവില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എഞ്ചിനീയറിങ്ങിന്. ഇപ്പം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ മെഡിസിനിൽ പഠിച്ച് അയാൾ ഡോക്ടറായി അവർ പഠിപ്പിക്കുന്ന സമയത്ത് അവർ പിന്നെ രോഗികളിൽ നോക്കണം. അതേപോലെ ഇപ്പം മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പഠിക്കുന്ന ഒരാൾ ഇലക്ട്രിക്കൽ മെഷീൻ നന്നാക്കണമെന്നുണ്ടോ? അവർ ഒന്നും ചെയ്യാറില്ല. ഒരു പണി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് പ്രൊഫസറാണ് എന്ന് പറഞ്ഞ ഒരാൾ, PhD എടുത്ത ഒരാൾ വീട്ടിൽ ചെറിയൊരു ഇലക്ട്രിക്കൽ കേട് വന്നാലും ആരെങ്കിലും വിളിക്കുമല്ലോ ചെയ്യുക. അയാൾക്ക് സ്വിച്ച് ബോർഡ് അടിച്ചിട്ട് നന്നാക്കാൻ അറിയോ? അപ്പോൾ പ്രാക്ടിക്കൽ അല്ലാത്തതുകൊണ്ടാണ് പ്രൊഫഷണൽസിന് ജോലി കിട്ടാത്തത്. അപ്പോൾ ഏത് എഞ്ചിനീയറിംഗ് ചേരുന്നൊരു കുട്ടിയും സ്വന്തമായിട്ട് പ്രാക്ടിക്കലായിട്ട് കുറച്ചും കൂടി കപ്പാസിറ്റി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി കാത്തിക്കണം. ജോലി കിട്ടിയില്ല എന്ന് പറയും, ആ കോഴ്സ് മോശമെന്ന് പറയും, ആ കോളേജ് മോശമെന്ന് പറയും. ഇപ്പം എനിക്ക് കുറേ പേര് വിളിക്കും, സ്പേസ് ഇസ്രോയിൽ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുമോ? പ്രോജക്റ്റ് ചെയ്യാൻ പറ്റാണ്ടൊന്നുമില്ല. ഞാൻ ഉള്ള കാലത്ത്, ഞാനിപ്പോൾ റിട്ടയറായി, ഞാനുള്ള കാലത്ത് കുറേ പേർക്ക് പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആർക്കാ കൊടുക്കുക? എന്നെ ഒരു കോളേജിലേക്ക് ലെക്ചറിന് വിളിച്ചിട്ട് ആ കോളേജുമായിട്ടൊരു റാപ്പോ ഉണ്ടാവും. അവിടുത്തെ കുട്ടികളോട് ഞാൻ ഇപ്പോൾ ചിലപ്പോൾ പറയാറുണ്ട്, നിങ്ങൾ ഏറ്റവും മോശം കുട്ടികൾ എനിക്ക് തരാൻ പറയും, വേറെ എവിടെയും പ്രോജക്റ്റ് കിട്ടാത്തവരെ. ഞാൻ ഏറ്റവും നല്ല കുട്ടികളല്ല ചോദിക്കാറ്, വേറെ എവിടെയും കിട്ടാത്ത. കാരണം ആ കുട്ടിയെ നന്നാക്കുമ്പോഴാണ് എനിക്കൊരു സന്തോഷം ഉണ്ടാവുക. ഏറ്റവും നല്ല കുട്ടികൾക്ക് എവിടെയും കിട്ടുമല്ലോ, മനസ്സിലായോ? അപ്പം ഞാൻ പറയുന്നത്, ഒരു കോളേജിന് ഒരു സ്ഥലത്തേക്ക് പ്രോജക്റ്റിന് പോകണമെങ്കിൽ ആ കോളേജും ആ പ്രോജക്റ്റും തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു ലിങ്ക് ഉണ്ടാക്കണം. അപ്പോൾ ഏതാ ഏറ്റവും നല്ല കോളേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര കമ്പനികളുമായിട്ട് ആ കോളേജിന് ലിങ്ക് ഉണ്ടെന്നാണ്. കേരളത്തിലൊന്നും അങ്ങനെ ഒരു കോളേജും ഇല്ല. ഇപ്പം വലിയ കോളേജുകൾ, ഇപ്പോൾ ഇവിടുത്തെ കോളേജുകളിലൊക്കെ 1000 കുട്ടികളൊക്കെ ബിടെക് ഉണ്ട്. 1000 കുട്ടികൾക്കും പ്രോജക്റ്റ് കൊടുക്കാൻ പറ്റുമോ കോളേജിന്? ഇല്ല. 3 ലക്ഷം പേര് പാസ്സാവുന്നുണ്ട് ബിടെക്കുകാർ. അവർ ചെയ്യുന്നതൊക്കെ ജെന്യൂൻ ആയിട്ടുള്ള പ്രോജക്റ്റ് ആണെങ്കിൽ ഇന്ത്യ എപ്പോഴേ നന്നായി പോയിട്ടുണ്ടാവുമായിരുന്നു. ഇതൊക്കെ ഫേക്കാണ്. അക്കാഡമിക്സിൽ മിക്കവാറും നടക്കുന്ന പ്രോജക്റ്റുകൾ ഫേക്കാണ്. അപ്പോൾ ഇതൊക്കെ പലർക്കും അറിയാം. അപ്പോൾ അതിൽ നമ്മൾ കേമമായിട്ട് കുറച്ചെന്തെങ്കിലുമൊക്കെ ഇന്നോവേറ്റീവായിട്ട് ചെയ്യുന്ന സമയത്ത് പ്രോബബ്ലി യു ഗെറ്റ് നോ. അത് IIT ആയാലും പോലും, IIT-യിലൊക്കെ പ്രോജക്റ്റ്, NIT-യിൽ പഠിച്ചിട്ട് IIT-യിൽ അഡ്മിഷൻ കിട്ടാത്ത സമയത്ത് ഞാൻ പ്രോജക്റ്റ് നോക്കുമ്പം ഒരു ക്വാളിറ്റി ഇല്ലാത്തതായതുകൊണ്ട് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, ആ പയ്യനോട് പറഞ്ഞു, നീ ഒന്നും കൂടി ഞാൻ പറയുന്നൊരു പ്രോജക്റ്റും കൂടി ചെയ്തിട്ട് അത് പ്രോജക്റ്റ് പോലെ വർക്ക് ചെയ്തിട്ടൊരു 6 മാസം അതിൻ്റെ റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി അത് ഗവൺമെൻറ് ഓഫ് ഒറീസൊക്കെ സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ ഫണ്ടിങ് അടക്കം കിട്ടിയിട്ടുണ്ട്. അതും കൊണ്ട് IIT-യിൽ അഡ്മിഷന് പോയ സമയത്ത് അവൻ്റെ മാർക്ക് നോക്കിയില്ല, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നോക്കിയില്ല, ഇംഗ്ലീഷ് പോലും അറിയില്ല, ഹിന്ദി മാത്രമേ പറയാൻ അറിയുള്ളൂ അവനെ പിടിച്ച് IIT-യിൽ അഡ്മിഷൻ കിട്ടിയവന്. അത് മാർക്ക് കൊണ്ടല്ല, ആ പ്രോജക്റ്റിൻ്റെ ഗുണം കൊണ്ടാണ്. അങ്ങനെ അവിടെ എത്തിയിട്ട് 4-5 കുട്ടികളെല്ലാവരും കൂടി ചേർന്നിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ അഗ്രികൾച്ചറിൽ വലിയ ഒരു കമ്പനി നടത്തുന്ന 4 പേരുടെ ഒരു കൂട്ടായ്മയിൽ പെട്ടിട്ടുള്ളൊരു പയ്യനാണ്. മനസ്സിലായോ? അല്ല, നമ്മൾ ഈ ചെറിയ പിന്നെ തക്കാളിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു ഇതുണ്ടല്ലോ അഗ്രികൾച്ചറൽ ഫീൽഡിൽ, അവിടെ നിന്ന് നമ്മൾ എങ്ങനെ അത് കേടുവരാതെ കുറച്ചു കാലം അവിടെ തന്നെ സൂക്ഷിക്കാൻ പറ്റും. ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴാണ് പലപ്പോഴും കേടാവുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ഏതെങ്കിലും വലിയ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പിന്നെ സ്റ്റോർ ചെയ്യുന്നതിന് പകരം എങ്ങനെ അവിടെ തന്നെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുന്ന ഒരു കമ്പനിയാണത്. മനസ്സിലായോ? അപ്പോൾ അതെങ്ങനെ അതെങ്ങനെ ചെയ്യാന്ന് വെച്ച് അത് ആ ബേസിക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, നമ്മൾ പഠിച്ചൊരു വിഷയമുണ്ട്, അതും കൂടി തമ്മിലുള്ള ഒരു റിലേഷൻ കണ്ടുപിടിച്ച്, അതുപോലെ പിന്നെ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത സമയത്ത് വെള്ളം പമ്പ് ചെയ്യാൻ പറ്റുമോ, അതിനുള്ള മെക്കാനിക്സ് എങ്ങനെ ഉണ്ടാക്കാം, ഇങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്യുന്ന കമ്പനികൾ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ടിലും
നമ്മുടെ പ്രൊഫഷണലിസവും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നവരാണ് എഞ്ചിനീയേഴ്സ്. അയാൾക്കിപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയാൽ പോലും അയാൾ പോവില്ല. മനസ്സിലായോ? അത് അയാൾ പാഷനാണ്, അവൻ്റെ സ്വന്തം കുട്ടിയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമ്പോഴാണ് നമ്മൾ ആരായിട്ട് മാറുക? റിയൽ എഞ്ചിനീയർ ആയിട്ട് മാറുക. ഇപ്പൊ നമ്മൾ കോളേജിൽ കയറുകയാണെങ്കിൽ നമ്മൾ എന്താ തീരുമാനിക്കേണ്ട? പഠിക്കാനാണ് തീരുമാനിച്ചത്, അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ ഗേറ്റിന് വേണ്ടി നോക്കണോ അതോ MBAക്ക് വേണ്ടി നോക്കണോ? അല്ല, ഇതൊന്നും ഡിഫറൻ്റ് അല്ല. ഞാൻ പറയുന്നത്, ഇപ്പം ഞാൻ ഓരോ മാസം വരുമ്പോൾ, ഇപ്പം ഞാൻ ആ മാത്തമാറ്റിക്സ് പഠിപ്പിക്കണമെങ്കിൽ ഞാൻ ചെയ്യുക എന്താ വെച്ചാൽ, മാത്തമാറ്റിക്സ് ആണ് ലോകത്തിലെ ഏറ്റവും നല്ല സബ്ജക്റ്റ് എന്ന് കൺവിൻസ് ചെയ്യിപ്പിക്കും പിള്ളേരെ. അതേ ഞാൻ തന്നെയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൽ ആണ് എൻ്റെ ഒരു പിന്നെ പവർ ഇലക്ട്രോണിക്സ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതാണ് ഏറ്റവും നല്ല സബ്ജക്റ്റ് എന്ന് ഞാൻ പറയും. നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ഓരോ വിഷയവും അതിൽ ഞാൻ ഹയർ സ്റ്റഡീസ് നടത്താൻ പോകാന്നുള്ള ലാഘവത്തോടു കൂടി ഇരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ ആ വിഷയത്തിൽ നല്ല ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിച്ചിട്ട് നമ്മുടെ മുമ്പിൽ ഒരു ബഫേ പോലെയാണ് കുറേ വിഷയങ്ങൾ കൊണ്ടിടുന്നത്. ഒരു കോഴ്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു 10-30 വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, വ്യത്യസ്തമായ മേഖലകൾ. ആ മേഖലകളിൽ ഏതാണ് വേണ്ടതെന്ന് ആദ്യം കാണുമ്പോൾ പ്രേമിക്കല്ല വേണ്ടത്. എല്ലാം കണ്ട് ഇതാണ് എൻ്റെ ജീവിതം, അല്ലെങ്കിൽ ഇതിലാണ് എനിക്ക് ചെയ്യാൻ പറ്റുക എന്ന് അവനവൻ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഓരോ വിഷയം കേൾക്കുമ്പോഴും ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ച് ഇതിലെന്തൊക്കെ എനിക്ക് ഭാവിയിൽ ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ച് അങ്ങനെ കുറേ പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്ന സമയത്തും ഒരു 3rd ഇയറും 4th ഇയറൊക്കെ ആകുമ്പോഴത്തേക്ക് തീരുമാനിക്കും ഇതിലാണ് എനിക്ക് സ്പെഷ്യലൈസ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ഹയർ സ്റ്റഡീസിന് പോകണമെന്ന് തീരുമാനിക്കുക. ഇങ്ങനെ ഡീപ്പായിട്ട് ഓരോ വിഷയവും പഠിക്കുന്നതിൻ്റെ ബേസിക് ചെക്കിംഗ് ആണ് ഗേറ്റിൽ നടക്കുന്നത്. അല്ലാണ്ട് ഗേറ്റ് എക്സാമിന് വേറെ ബുക്ക് നോക്കി പഠിക്കുക, GREക്ക് വേറെ പഠിക്കുക, ഇങ്ങനെ ഇപ്പോൾ ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സോ പഠിച്ച ഒരാളാണെങ്കിൽ ഇന്ത്യൻ സിവിലോ മെക്കാനിക്കലോ ഒക്കെ പഠിച്ച ഒരാളാണെങ്കിൽ അവർക്കൊക്കെ സിവില്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഇതിലൊക്കെ IESന് പോവാം, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിന് പോവാം, ഗേറ്റ് എഴുതാം, GRE എഴുതാം. ആ വിഷയങ്ങളിൽ ടെക്നിക്കൽ സബ്ജക്റ്റുമായിട്ടുള്ളൊരു അഫിലിയേഷനോട് കൂടി പഠിക്കണം എന്നാണ് ഞാൻ പറയാം. ഇനി ഇതൊക്കെ മടുത്തു, എനിക്ക് ടെക്നിക്കൽ ഒന്നും വേണ്ടാന്ന് വരുമ്പോഴാണ് അയാൾ MBAയിലേക്ക് ചാടുക, മാനേജ്മെൻറ്റ് സബ്ജക്റ്റിലേക്ക് ചാടുക. മനസ്സിലായി? അപ്പോൾ ടെക്നിക്കൽ എത്ര കാലം പഠിക്കാൻ പറ്റുമോ അത്രയും കാലം ടെക്നിക്കൽ പഠിക്കുക എന്നാണ് ഞാൻ സാധാരണ പറയാം. കാരണം ഒരു പ്രാവശ്യം ടെക്നിക്കൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ടെക്നിക്കിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ MBA എടുക്കുന്നവരൊക്കെ ഈ കാണുന്ന ഒരു എക്സ്പീരിയൻസ് ആണെന്ന് പറയാറുണ്ടല്ലോ. ഇപ്പം ഞാനും MBA എടുത്തിട്ടുണ്ട്. ഞാൻ MBA എടുത്തെങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, നമ്മൾ കുറേ കാലം സയൻറ്റിഫിക്കലായി വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ കുറേ സയൻറ്റിസ്റ്റുകൾ ഉണ്ടാവും. നമ്മൾ അവരെ ഗൈഡ് ചെയ്യാവേണ്ടത്. നമ്മുടെ കോർ റിസർച്ച് നടക്കില്ല പലപ്പോഴും. അപ്പോൾ അവരെ ഗൈഡ് ചെയ്യുന്ന സമയത്തും അതേപോലെ ഇപ്പം നമ്മൾ ഇസ്രോൻ്റെ കുറേ ഡെവലപ്പ് നോളജ് ഉണ്ട്. ഓരോ സമയത്തും ചെറിയ ചെറിയ പ്രോബ്ലം വരുമ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്തു, അതൊന്നും ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ നോളജ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു വിഷയം പഠിക്കാൻ പോയത്. ആ നോളജ് മാനേജ്മെൻറ്റ് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്തുകൊണ്ട് MBA എടുത്തുകൂടാന്ന് എനിക്ക് തോന്നിയത്. അപ്പം നമ്മൾ ഈ പ്രൊഫഷണലായിട്ട് കുറച്ചു കാലം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അത് കഴിയുമ്പോഴാണ് ആലോചിക്കുക, വൈ നോട്ട് ഇത് വെച്ചിട്ട് എനിക്ക് എന്തുകൊണ്ട് ഡിഗ്രി എടുത്തുകൂടാ. ഇപ്പം ഇസ്രോൻ്റെ ചെയർമാൻ PhD എടുത്തത് ഇപ്പോഴാണ്, IIT മദ്രാസിൽ നിന്ന് ഇപ്പോഴാണ് PhD എടുത്തത്. കാരണം അയാൾ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും, അയാൾക്കൊരു സ്പെഷ്യലൈസേഷൻ ഉണ്ടാവും, അതൊക്കെ കൂടി ഡോക്യുമെൻ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ PhD കിട്ടും. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എന്തുകൊണ്ടാണ് എക്സിക്യൂട്ടീവായിട്ടുള്ള MBA അത്തരം സംഭവങ്ങളൊക്കെ പുറപ്പെടുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവരുടെ എക്സ്പീരിയൻസും അവരുടെ എബിലിറ്റിയും റെക്കോർഡ് ചെയ്യപ്പെടാം എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പം ഞാനിപ്പോൾ PhD മാത്തമാറ്റിക്സിലാണ്, എൻ്റെ MBA ഉണ്ട്. കുറേ ഡിഫറെൻ്റ് കാര്യങ്ങളിൽ പല കമ്പനികളുടെയും കൺസൾട്ടൻസിയും ഓൺട്രപ്രൈനർഷിപ്പും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യൻ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അടുത്ത കാലത്ത് ICFAയുടെ വൈസ് ചാൻസലർ കണ്ടപ്പോൾ അയാൾ ഒരു പൊസിഷൻ തന്നു എനിക്ക്, പ്രൊഫസർ ഓഫ് പ്രാക്ടീസസ് ICFA എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നൊന്നുമല്ല, നമുക്ക് കൺഫേർഡ് ചെയ്ത് തരുന്ന ഒരു പൊസിഷനാണ്. അതെന്തുകൊണ്ടാണ്? അപ്പം നമ്മുടെ ആ എക്സ്പീരിയൻസ് അവരുടെ ഫാക്കൽറ്റിക്കും അവരുടെ കുട്ടികൾക്കും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മനസ്സിലായോ? അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ആ സ്ഥലത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് ക്ലാസ്സുകൾ ലെക്ചർ വേണം തോന്നുമ്പോഴോ നമ്മളെ വിളിക്കുക, അവരുമായിട്ടുള്ളൊരു കണ്ടിന്യൂസ് ആയിട്ട് മെൻറ്ററിങ് നടത്തുക. അവരുടെ ടീച്ചേഴ്സിന് PhD വേണമെങ്കിൽ എനിക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു റാപ്പോ. അതുകൊണ്ടാണ് ഈ
കുറച്ച് കാലത്തെ എക്സ്പീരിയൻസിന് ശേഷം എന്ന് പറയുന്നത്. ഒരാൾ പഠിച്ചിട്ട് പിന്നെ എനിക്ക് പ്രൊഫസർ ഓഫ് പ്രാക്ടീസസ് ആവണം എന്ന് പറഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ അത് നടക്കില്ല. അത് എക്സ്പീരിയൻസ് വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫെസിലിറ്റിയാണ്. അതുകൊണ്ട് പല MBAകളും നല്ല എക്സിക്യൂട്ടീവ് MBA എന്നാണ് അതിന് പറയുക. അത് കുറച്ച് കാലം വർക്ക് ചെയ്യുമ്പോഴാണ്. ഇപ്പം നിങ്ങൾക്ക് കമ്പനിയുമായിട്ട് ബന്ധമൊന്നും ഇല്ലാത്ത ഒരാൾ, ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ BTech കഴിഞ്ഞിട്ട്, ഇപ്പം ഞാൻ പണ്ട് മാതാമൃതാനന്ദമയുടെ കോയമ്പത്തൂർ ക്യാമ്പസിൽ MBAക്കൊക്കെ ഇൻഡക്ഷൻ ട്രെയിനിങ്ങും ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകാറുണ്ടായിരുന്നു. അവിടെ പിന്നെ MSW മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്കും MBAയും ഒരേ സമയത്താണ് ഞാൻ ക്ലാസ് എടുക്കാറ്. അപ്പോൾ അവരോട് ചോദിച്ചു എന്ന് വിചാരിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ MSW എടുത്തത്, എന്തുകൊണ്ട് MBA എടുത്തിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 5 ലക്ഷമാണ്, മറ്റേത് 15 ലക്ഷം എന്നാണ് പറയുക. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പൈസ മാത്രം നോക്കിയിട്ടും സർട്ടിഫിക്കറ്റ് മാത്രം നോക്കിയിട്ടും പേര് മാത്രം നോക്കിയിട്ടും ഒക്കെ ടൈം പാസ്സായിട്ട് പോകുന്നവരാണ് ഒരു 80% 90%. ഈ 90% എഞ്ചിനീയറിംഗ് കോളേജ് NIT ആയാലും IIT ആയാലും എല്ലായിടത്തും കാണുന്നവർ സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം പോകുന്നവരാണ്. നമ്മൾ പ്രൊഫഷണൽ ആവണം, എക്സ്പീരിയൻസ് കിട്ടണം എന്ന് പറഞ്ഞാൽ കുറേ എക്സ്ട്രാ, നമ്മുടെ ഈ LKG കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ അല്ലല്ലോ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുക. പക്ഷേ LKG പഠിപ്പിക്കുന്നത് പോലെയാണ് 12ാം ക്ലാസ് വരെ ഇപ്പോൾ പഠിപ്പിക്കുന്നത്. സ്വന്തമായിട്ടൊരു പഠിപ്പിക്കാനോ. അതുകൊണ്ട് എല്ലാവരും വിളിക്കുമ്പോൾ പറയും, എൻ്റെ മോൻ 12 കഴിഞ്ഞ് ഒട്ടനെയാണ് എഴുതിയത്, കോച്ചിങ്ങിന് അയക്കാൻ പറ്റിയിട്ടില്ല, പാലയിൽ അയക്കാൻ പറ്റിയിട്ടില്ല, എന്നിട്ടും അവൻ ഇത്ര റാങ്ക് കിട്ടി. അത് വലിയൊരു കാര്യം പോലെയാണ്. അതെങ്ങനെ വലിയ കാര്യമാവുക? സാധാരണ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ എൻട്രൻസ് എഴുതാൽ കിട്ടുക. മനസ്സിലായോ? അപ്പോൾ ആ ഒരു എബിലിറ്റി BTech കഴിഞ്ഞിട്ട് ഞാൻ ഗേറ്റിന് കോച്ചിങ്ങിന് പോകണോ, അത് കഴിഞ്ഞിട്ട് IASന് കോച്ചിങ്ങിന് പോകണോ, അതൊന്നും ചോദിക്കരുത്. പഠിക്കുന്ന അതേ സമയം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വളരെ റിഗറസ് ആയിട്ട് സിലബസുകളൊക്കെ ശരിക്കും പഠിച്ച് ഡീപ്പായിട്ട് ഉള്ളിലേക്ക് കയറി പഠിച്ചു കഴിഞ്ഞാൽ IAS എഴുതാം, ഗേറ്റ് എഴുതാം, GRE എഴുതാം, എൻട്രൻസ് എഴുതാം, ഏത് ജോലിക്കും അപ്ലൈ ചെയ്യാം, എവിടെ പോയാലും യു വിൽ ബിക്കം എക്സലൻറ്റ്. അങ്ങനെ ആക്കിയെടുക്കലാണ് ഈ കോളേജിൻ്റെ ജോലി. അതവർ ചെയ്യാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നല്ല മെൻറ്ററിങ് ഉണ്ടാവണം, കണ്ടിന്യൂസ് ആയിട്ട് അതിനെക്കുറിച്ചുള്ളൊരു ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ യെസ്, പീപ്പിൾ വിൽ ബിക്കം റിയലി ഗുഡ്. എബിലിറ്റി ഉണ്ട് കുട്ടികൾക്ക്. ഞാൻ കുട്ടികളെ നല്ലപോലെ മനസ്സിലിരുത്തി അവരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ എബിലിറ്റി ഇല്ലാത്തത് കോളേജിനും അവർ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, വളരെ റെഗുലറായിട്ട് അവർ കാഷ്വലായിട്ട് എല്ലാ ദിവസവും ചെയ്യുന്ന പണിയല്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ആ ഒരു പാഷൻ ഇല്ല. അല്ല, സാധാരണ കോളേജുകളിൽ പലരും ടീച്ചർ ആവുന്നത് വേറെ ജോലിയൊന്നും കിട്ടാത്തതുകൊണ്ടായിരിക്കും. അവർക്ക് വേറെ ഏതെങ്കിലും ചെറിയൊരു ജോലി കിട്ടിയാൽ ചിലപ്പോൾ അവർ പോകും. മിക്കവാറും NIT IIT ഒന്നല്ല ഞാൻ പറയുന്നത്, ബാക്കിയുള്ള പല സ്ഥലത്തും ഈ പ്രൈവറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊന്നും വലിയ ശമ്പളമൊന്നും കൊടുക്കാറില്ല അവർക്ക്. നിങ്ങൾ BTechഉം MTechഉം കഴിഞ്ഞിട്ട് പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ, ഞാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്ന സ്ഥലത്ത് പോലും പിന്നെ മാഷന്മാർക്ക് 6000 രൂപ ശമ്പളം കൊടുത്തിട്ടുണ്ട്. കാരണം 6000-ന് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള 40 പേരെൻ്റെ ലിസ്റ്റിലുണ്ട്. പിന്നെ ഞാൻ എന്തിനാണ് ഒരാൾക്ക് 10,000 കൊടുക്കുന്നത്? ഇപ്പം 6000-ന് വർക്ക് ചെയ്യാൻ ഒരാളില്ലെങ്കിൽ അല്ലേ ഞാൻ 10,000-ന് വേറൊരാൾ അപ്പോയിൻറ്റ് ചെയ്യണ്ടു. ഇനി 6000-ന് വരുന്ന ആളോ ഏതെങ്കിലും മാനേജ്മെൻറ്റിൻ്റെ ബന്ധുവോ അവരുടെ പിന്നെ ആരുടെയെങ്കിലും അളിയനോ പെങ്ങളുടെ ഫ്രണ്ടോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു ജോലി കൊടുക്കുമോ പ്ലീസ് എന്ന് പറഞ്ഞ് ടൈം പാസിന് വരുന്നവരാണ്. അപ്പോൾ ആ ഡെഡിക്കേഷൻ അത്രേ ഉണ്ടാവുള്ളൂ. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് വലിയൊരു ബെസ്റ്റ് ഫാക്കൽറ്റി. പക്ഷേ അതേ സമയത്ത് പ്രൊഫസറൊക്കെ ആണെങ്കിലോ, ഞാനിപ്പോൾ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ശമ്പളം ഒരു മണിക്കൂറിന് പിന്നെ 10,000 രൂപ ശമ്പളം കിട്ടും. ഇപ്പം നമ്മളിപ്പോൾ 1 മണിക്കൂർ സംസാരിച്ചാൽ എനിക്ക് ഇയാൾ 10,000 രൂപ അയച്ചു തരുമോ? നമ്മൾ ചെയ്യുന്ന പാഷൻ കൊണ്ടാണ്. മനസ്സിലായോ? ഇപ്പം ദുബായിൽ നിന്നും ബഹ്റിൻ നിന്നൊക്കെ കഴിഞ്ഞ ഒരാൾ വിളിച്ചൊരു അവരുടെ പിന്നെ മരുമകളോട് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, അക്കൗണ്ട് ഡീറ്റെയിൽസ് അയക്കാൻ, ഞാനിപ്പോൾ പൈസ അയക്കാം. ഞാൻ പറഞ്ഞു, ഞാൻ പൈസക്ക് വേണ്ടിയിട്ടല്ല ചെയ്യണത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ അത് നമ്മുടെ ഒരു ടൈം എന്ന് പറയുന്നതിനെ വാല്യൂ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കേട്ട് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി കൊടുത്ത് ഒരു കുട്ടി നന്നാവുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷനാണ്. അത് ഓരോരാളുടെയും പാഷൻ എന്ന് പറയുന്നത് അതല്ലേ. ഐ ആം ടീച്ചിങ് ബിക്കോസ് ഐ ഹാവ് പാഷൻ ഫോർ ദാറ്റ്. അതൊന്നും കോളേജുകളിൽ നമ്മൾ കാണുന്നില്ലല്ലോ. ഇപ്പോൾ 1 മണിക്കൂറേ പഠിപ്പിക്കണ്ടു എന്ന് പറഞ്ഞിട്ട് എന്നെ കോളേജിൽ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ 6 മണിക്കൂറൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് പാഷനാണ്, എനിക്ക് ഇഷ്ടമാണ് പഠിപ്പിക്കാൻ. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ടീച്ചേഴ്സും പഠിപ്പിക്കാനുള്ള താല്പര്യമുള്ള ടീച്ചേഴ്സൊക്കെ ആകുമ്പോൾ അവരെ ഗൈഡ് ചെയ്യും, പല സ്ഥലത്തും അയക്കും. യു വിൽ ആസ്ക് ദം ഗോ ദർ,
ആ ഒരു പ്രോഗ്രാം ചെയ്യൂ, ഈ ഒരു പ്രോഗ്രാം ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെയുള്ള ടീച്ചേഴ്സൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. വളരെ റെയറായിട്ടാണെങ്കിലും ഐ ഹാഡ് സച്ച് ടീച്ചേഴ്സ് ഇൻ മൈ ലൈഫ്. അപ്പം അതുകൊണ്ട് നല്ലോണം പഠിക്കും. അറിയാം മോനെ. അത് ഒരു നല്ല ഓപ്ഷൻ ആയിരുന്നു. ഞാനിപ്പോ ഈ ട്രിപ്പിലേക്ക് പാലെടുക്കുന്നത് എനിക്ക് അതൊരു ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ഇപ്പൊ അടുത്ത കാലത്ത് ശ്രീലങ്കയിൽ പോയിരുന്നു. നിനക്കിപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ശ്രീലങ്കയിൽ അഡ്മിഷൻ തരാം. നീ കാഡറ്റായിട്ട് ചേരുക. ആ കാഡറ്റായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ 4 കൊല്ലം കഴിയുമ്പോൾ 100% യു വിൽ ഗെറ്റ് എ പ്ലേസ്മെന്റ് ആൻഡ് യു വിൽ ബി എൻ എ മറട്ടൈൻ ബ്യൂട്ടിഫുൾ പ്ലേസ്. പക്ഷെ അത് ഇൻട്രസ്റ്റ് ഉണ്ടോ, അത് ഇഷ്ടമാണോ എന്ന് അറിഞ്ഞിട്ടേ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ എല്ലാത്തിനെ പറ്റി പഠിക്കണം, എന്നാലും നമുക്ക് ഏതാണ് ഏറ്റവും നല്ലത്. നമ്മളിപ്പോ എടുക്കുന്ന ട്രിപ്പിൾ ആണെങ്കിലും മെക്കാനിക്കൽ എല്ലാം നമുക്ക് അറിയില്ലല്ലോ. നമ്മളൊരു കോഴ്സ് തന്നതിന് ശേഷമാണല്ലോ പഠിക്കുന്നത്. അല്ല, അതുകൊണ്ടാണ് നമ്മൾ സാധാരണ ചോദിക്കുക. ഇപ്പം ഞാൻ നിങ്ങളോട് നോൺ വെജ് ആണോ വെജ് ആണോ എന്ന് ചോദിച്ചിട്ട് നോൺ വെജ് ആണെന്ന് പറയുമ്പോഴല്ലേ ഞാൻ ചിക്കൻ എടുക്കാൻ പറയുള്ളൂ. അപ്പം ഞാനിപ്പം ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിൽ ഇതൊക്കെ നോക്കുമ്പോൾ ഞാൻ ആദ്യം ചോദിക്കുക ഏത് വിഷയമാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് ചോദിക്കും. ഇപ്പോൾ മാത്തമാറ്റിക്സ് ആണെന്ന് പറഞ്ഞാൽ യു ആർ മോർ ക്ലോസർ ടു കമ്പ്യൂട്ടർ സയൻസ്. ഫിസിക്സ് ആണെന്ന് പറഞ്ഞാൽ മോർ ക്ലോസർ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. ഫിസിക്സിൽ ഏതാ ഇഷ്ടം എന്ന് ചോദിക്കും. അതിലെനിക്ക് മെക്കാനിക്സ് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ യു ആർ ക്ലോസ് ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കും കെമിസ്ട്രി ഇഷ്ടമാണോ എന്ന്. കെമിസ്ട്രി ഇഷ്ടമല്ല, ഫിസിക്സ് മാത്രമേ ഇഷ്ടമുള്ളൂ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കലിന് പോകണ്ടെന്ന് പറയും. കാരണം അതിനകത്ത് കുറേ കെമിസ്ട്രി ഉണ്ട്, അതിനകത്ത് മെറ്റീരിയൽ സയൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇപ്പോഴുള്ള ഇഷ്ടങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഏകദേശം ഗസ് ചെയ്ത് പറയാൻ പറ്റും. അതാണ് ഞാനൊക്കെ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ചെയ്യുക. അല്ലാണ്ട് ഇന്നത് പഠിച്ചാൽ ജോലി കിട്ടും അതുകൊണ്ട് അത് പഠിച്ചോളൂ എന്ന് പറയാറില്ല. ഐ വിൽ ചെക്ക് വാട്ട് ഈസ് യുവർ ഇൻട്രസ്റ്റ്, ഏത് വിഷയത്തിലാണ് ഇയാൾക്ക് താല്പര്യം, ഏത് വിഷയത്തിലാണ് അത് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുകയോ ചെയ്യാം. മോനിപ്പോൾ കൗൺസിലിങ്ങിൻ്റെ ഒക്കെ ടെക്നിക്ക് പഠിക്കുകയാണ് എൻ്റെ അടുത്ത്. ഗുഡ്. എനിക്കിപ്പോ തോന്നുന്നത് എടുത്ത തീരുമാനം കറക്റ്റ് തന്നെയാണ്. അല്ലാതെ കമ്പ്യൂട്ടർ സയൻസിനോട് പോകണമെന്നോ അല്ലെങ്കിൽ മെക്കാനിക്കൽ സിവിൽ എടുക്കണമായിരുന്നു അങ്ങനെ തോന്നുന്നില്ല. അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാം. ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും കമ്പ്യൂട്ടർ സയൻസിന്റെ കംപ്ലീറ്റ് സിലബസ് എടുക്കുക, ഓപ്പൺ യൂണിവേഴ്സിറ്റികളിൽ രജിസ്റ്റർ ചെയ്ത് സ്വന്തം പഠിക്കാൻ പറ്റും. അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അല്ല, കോഡിംഗ് എന്ന് മാത്രമല്ല, നിങ്ങൾ പിന്നെ പൈത്തൺ പഠിക്കണം, റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പിന്നെ സ്കിൽ സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ആയിട്ട് കോഡിങ് പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ കോട്ടക്കലുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോകരുത്. അത് വേസ്റ്റ് ഓഫ് ടൈമാണ്. കാരണം അവിടെ പഠിപ്പിക്കുന്ന ഒരാൾക്കും ഒരു ജോലിയും കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ ഏതെങ്കിലും മുക്കിലും മൂലക്കും കോച്ചിങ് സെൻറ്റർ തുടങ്ങുന്നതെന്ന് മനസ്സിലാക്കുക. അവന് കുറച്ച് വിവരവും കുറച്ച് അറിവും കുറച്ച് കഴിവുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചെറിയൊരു സെൻറ്റർ നടത്തിയിട്ട് അവിടെ നടത്തേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ പിന്നെ റിട്ടയർ ആയിട്ട്, ഇപ്പോൾ എന്നെ പോലെ റിട്ടയർ ആയി നാട്ടിൽ പോയി താമസിക്കണം എന്ന് തോന്നുമ്പോൾ ഞാൻ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ശരി. അതല്ലെങ്കിൽ ഒരുവിധം കഴിവുള്ളൊരുത്തനാണെങ്കിൽ ഒരു മൂലക്ക് ഇരുന്നിട്ട് 4 പിള്ളേരെ പഠിപ്പിച്ചിട്ട് അങ്ങനെ ചെയ്യില്ല. അവന് ഹി ഹാസ് ഗോട്ട് എ ബെറ്റർ ഓപ്ഷൻ ഇൻ ഹിസ് ലൈഫ്, റൈറ്റ്? അതെ, ചെറിയ പാഷനുള്ള വലിയ മനുഷ്യന്മാരുണ്ടാവാം, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. വളരെ റെയറായിട്ട് അങ്ങനെ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്, ഇപ്പം ഇംഗ്ലീഷ് കോച്ചിങ് നടത്തുന്ന ഒരു ചെറിയൊരു സെൻറ്റർ ഉണ്ടാവും. അവന് ഇംഗ്ലീഷ് നന്നായിട്ട് പറയാൻ പറ്റുമെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൻ്റെ റിസപ്ഷനിസ്റ്റ് ആവില്ലേ അവൻ? അതിനേക്കാളും നല്ല ശമ്പളം കിട്ടും. അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിന് ഈ ചെറിയ സ്ഥലത്തൊക്കെ അങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്ന കുറേ പ്രസ്ഥാനങ്ങളുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും ചാടാതെ ഓൺലൈനായിട്ട് ഓൺലൈൻ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് ഇന്ന്. അത് മാക്സിമം പഠിക്കുക. സർട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ചിലപ്പോൾ അവർ ഫീസ് അടക്കുകയാണെങ്കിൽ അത് ഏത് സ്റ്റാൻഡേർഡുള്ള യൂണിവേഴ്സിറ്റിയാണ്, അത് കമേഴ്ഷ്യൽ ആണോ, അത് പിന്നെ ലോകത്തിൽ അക്രഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള IB യൂണിവേഴ്സിറ്റീസ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ വെക്കുമ്പോൾ അതൊരു ക്രെഡിറ്റ് ആണ്. അത് ഫ്രെയിം ചെയ്ത് വെച്ചാൽ നല്ലതാണ്. അതെവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് പോകുന്ന സമയത്തോ ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോഴോ ആ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ ഡെഫിനറ്റ്ലി ദേ വിൽ വാല്യൂ യു. നിങ്ങൾ ഏതെങ്കിലും തൊട്ടടുത്തുള്ള ഒരു ചെറിയൊരു സ്ഥലത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ, ഞാനിവിടെ പഠിച്ചത് ഇവിടുത്തെ പിന്നെ ഇന്ന് ആ മൂലക്കുള്ള ജംഗ്ഷൻ അടുത്തുള്ള ഒരു സ്ഥലത്താണ് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വെബ്സൈറ്റ് ഉണ്ടാവില്ല, അവരുടെ അഡ്രസ്സ് ഉണ്ടാവില്ല, നാളെ തപ്പി നോക്കിയാൽ അത് കാണില്ല, റെഫറൻസ് ഉണ്ടാവില്ല. ഇതൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ പഠിച്ച ആ സർട്ടിഫിക്കറ്റിന് വില ഉണ്ടാവില്ല. അത്രയും ഞാൻ പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് പ്ലെൻറ്റി ആർ ദർ. ഗെറ്റ് രജിസ്റ്റർ. ഒന്നല്ല, ഒരു 10 എണ്ണം രജിസ്റ്റർ ചെയ്യുക. ഓരോ കൊല്ലവും 10-20 ചെയ്യുക.
4 കൊല്ലം ബിടെക് കഴിയുമ്പോഴത്തേക്കും 100 കോഴ്സ് കയ്യിലുണ്ടായാൽ യു ബിക്കം ദ എക്സലന്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ്. ഓപ്പൺ കോഴ്സസ് അല്ലേ? അതെ, ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്, എഡെക്സ്, കോഴ്സറ, ഉഡാമി, സ്കിൽ സെറ്റ്, അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഏതാണോ വേണ്ടത് അത് വെച്ച് പൈത്തൺ ഓപ്പൺ കോഴ്സ് എന്ന് പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ യു ഗെറ്റ് എ ലിസ്റ്റ് ഓഫ് തിങ്സ്. അതിൽ ഏതിലെങ്കിലും നോക്കുക, ഒരു 2-3 പാരലലി യു ക്യാൻ രജിസ്റ്റർ. അറ്റ്ലീസ്റ്റ് ലിസൺ ടു ബ്യൂട്ടിഫുൾ ലെക്ചേഴ്സ്, ഡൂ സം പ്രോജക്ട്സ്. ഇപ്പം എൻ്റെയൊക്കെ കുട്ടികൾ പലരും എന്നോട് സംസാരിച്ചവർ അടുത്ത പ്രാവശ്യം ഒരു ആഴ്ച കഴിയുമ്പോൾ സംസാരിക്കുമ്പോൾ വിളിച്ച് പറയുന്നത് ഞാൻ 2 കോഴ്സ് ചെയ്തു ഇന്ന യൂണിവേഴ്സിറ്റി എന്നൊക്കെ, സോ താങ്ക്ഫുൾ എന്നൊക്കെ പറയുന്ന കുറേ കുട്ടികളുണ്ട്. അവർ ഇതുവരെ കേട്ടിട്ടില്ല. അതാണ് വേണ്ടത്. അതേത് വിഷയം എടുത്താലും നാളെ ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സോ മെക്കാനിക്കലോ ബിറ്റ്സിലോ NIT-ലോ എവിടെ പഠിക്കുമോ എന്നുള്ളതല്ല. ദീസ് ആർ ഓൾ വാട്ട് യു ഷുഡ് ലേൺ. അതുപോലെ ബുക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിച്ചു തുടങ്ങുക. എഞ്ചിനീയറിംഗ് ഫിസിക്സ്, എഞ്ചിനീയറിംഗ് മാത്സ്, അത് ലോക്കൽ എഴുത്തുകാരല്ല, ഇൻ്റർനാഷണലി കേപ്പബിൾ ആയിട്ടുള്ള വലിയ സ്റ്റാൻഡേർഡ് പുസ്തകങ്ങൾ കഴിഞ്ഞ 50 വർഷം 100 വർഷമൊക്കെ ആയിട്ട് ഫോളോ ചെയ്യുന്ന ബ്യൂട്ടിഫുൾ സ്റ്റാൻഡേർഡ് ബുക്സ് ഉണ്ട്. അത് പഠിക്കുമ്പോൾ കുറേ നല്ല എക്സാമ്പിൾസ് അതിനകത്ത് വരും. അത് കാണുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഞാൻ പണ്ട് മാത്തമാറ്റിക്സ് ഒക്കെ എഞ്ചിനീയറിംഗ് കോളേജിൽ 1986-ലും 87-ലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് പഠിപ്പിക്കുമ്പോഴൊക്കെ ഞാൻ റെഫർ ചെയ്ത പുസ്തകം ഇന്നും അവൈലബിൾ ആണ്. അവിടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് പഠിപ്പിക്കുമ്പോൾ എക്സാമ്പിൾസ് ഫ്രം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തിട്ടാണ് ഞാൻ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുക. അങ്ങനെ ഓരോ ക്ലാസ്സിൽ പോകുമ്പോഴും അവരുടെ എഞ്ചിനീയറിംഗിൻ്റെ എക്സാമ്പിൾസ് ആണ് ഞാൻ എടുത്ത് പറയാറ്. അപ്പോഴാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുക കുട്ടികൾക്ക്. ഇപ്പോ എനിക്ക് കോളേജ് മാറിക്കാണ്ട് ബ്രാഞ്ച് ഒന്ന് ചെറുതാവുകയാണെങ്കിൽ, ഇപ്പൊ ഞാനിപ്പോ NIT കാലിക്കറ്റ് ആണല്ലോ, ഞാനതൊരു NIT സൂറത്തിലോ അല്ലെങ്കിൽ NIT തൃച്ചൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ അവിടെ ബ്രാഞ്ച് സാക്രിഫൈസ് ചെയ്ത് പോകണം, അങ്ങനെ ചെയ്യണം ഞാൻ? അല്ല, നമുക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ചാന്ന് വിചാരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണെങ്കിൽ ഞാൻ എത്ര ദൂരം ഡ്രൈവ് ചെയ്തിട്ടും അവിടെ പോയി ഭക്ഷണം കഴിക്കില്ല. അതുപോലെയാണ് എനിക്ക് ഇഷ്ടമാണെങ്കിലാണ് വരുന്നത്. യു ലൈക്ക് സം സബ്ജക്റ്റ്, അതെനിക്കിത് വളരെ ഫേവറേറ്റ് ആയിട്ട് എനിക്കുള്ളൊരു സംഭവമാണ്, ഈ സബ്ജക്റ്റാണ് എനിക്ക് പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ പിന്നെ ആരോടും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിപ്പോൾ എന്നോടും ചോദിക്കേണ്ട കാര്യമില്ല. യു ഷുഡ് ഡിസൈഡ്. ഞാനത് ഡിസൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ടീച്ചേഴ്സ് വേറെ ഒന്നും ഇല്ല എനിക്ക് സംശയങ്ങൾ. താങ്ക് യു. ഞാൻ ഇതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സോ ഐ മേ പുട്ട് ഇറ്റ് ഇൻ ദ യൂട്യൂബ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വളരെ കാഷ്വലായിട്ട് പെട്ടെന്ന് വിളിച്ചപ്പോൾ എടുത്തു. ഞാൻ ആ സമയത്ത് വേറെ എന്തിലൊക്കെ ആയിരുന്നു. സോ ആഫ്റ്റർ സം ടൈം ഐ തോട്ട് യെസ് ഐ എം സ്പീക്കിംഗ് സംതിങ് സെൻസിബിൾ തിങ്സ്, റൈറ്റ്? ഓക്കെ, താങ്ക് യു മേന. ഓൾ ദ ബെസ്റ്റ്. ഒന്ന് വാട്സപ്പ് അടിച്ചിട്ട് മുത്തേ. ഓക്കെ.